ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഫീൽ ചെയ്യാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഈ തലവേദനകൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഇമോഷണൽ കോമ്പണന്റ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തലവേദന വരുന്നതിന് ഒരു പാറ്റേൺ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? എപ്പോഴൊക്കെയാണ് ഏതൊക്കെ കണ്ടീഷനിലാണ് തലവേദന ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ആ തലവേദനയ്ക്ക് കാരണമായിരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് അത് ആവർത്തിക്കുക എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈയിടെയായിട്ട് ഒരു കേസ് അറ്റൻഡ് ചെയ്ത സമയത്ത് സ്മൃതി മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോയപ്പോൾ അവർ മെഡിറ്റേഷനിൽ കണ്ട ഒരു ഭീകരമായിരിക്കുന്ന ഒരു തെയ്യത്തിൻ്റെ രൂപം അവരിങ്ങനെ ആകെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഒരു വികൃത രൂപമാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തെയ്യത്തിൻ്റെ രൂപത്തിനെ കുറിച്ചിട്ട് കാണാനിടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് അവർ ഒന്ന് ഡീപ്പായിട്ടൊന്ന് അവർ സെൽഫായിട്ട് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ആ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അവരുടെ ഭർത്താവിൻ്റെ ഒരു മുഖമായിരുന്നു. അപ്പോൾ ഈ ഭർത്താവിൻ്റെ മുഖവും തലവേദനയും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയത് എന്ന് അവർ അവർ സെൽഫായിട്ടൊന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ വിവാഹത്തിൻ്റെ കാലം മുതൽ ഭർത്താവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒട്ടും നല്ലതായിരുന്നില്ല എന്നും ഓവർ ഡോമിനേറ്റിംഗ് ആയിരിക്കുന്ന ഹസ്ബൻഡ് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് പല ദിക്കുകളിലായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രായത്തിൽ നാട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടായിരുന്നു അവരുടെ തലവേദന ഉണ്ടായിരുന്നത്. എപ്പോഴൊക്കെയാണ് ഭർത്താവ് നാട്ടിൽ വന്ന് ലീവിനൊക്കെ പോകുമ്പോൾ അപ്പോഴൊക്കെ ഇവർക്ക് തീരെ വയ്യാതാവുകയും തലവേദനയും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ അവർ മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഈ തലവേദനയുടെ കാരണം ഭർത്താവുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവർ ഭർത്താവുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുകയും മക്കളൊക്കെ അതിനകത്ത് ഇടപെടുകയും അവർ ആ വിഷയം തീർപ്പാക്കുകയും തലവേദന എന്നേക്കായിട്ട് മാറുകയും ചെയ്തു.